അതെല്ലേ, സൂപ്പർ ഐഡിയ. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്. എന്താ ചേച്ചി? ഒരു കാരണവശാൽ ഈ ഒരു കാര്യം എന്താന്ന് വെച്ചാ രാവിലെ തൊട്ട് അമ്മ വൈകിട്ട് വരെ നിന്ന് പാനിപ്പൂരി ഉണ്ടാക്കുന്നത് നിർത്താൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് അമ്മ അറിയാനേ പാടില്ല. എന്ന് വെച്ചാ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണോ? യെസ്, ഉറപ്പായിട്ടും അതിന് തന്നെ. ഈ കാര്യം അമ്മ നേരത്തെ അറിഞ്ഞാ എന്തായാലും അമ്മ അതിന് സമ്മതിക്കാനേ പോകുന്നില്ല. അമ്മ അത് ആക്ച്വലി അതെ, എന്ത് വേണമെങ്കിലും ആയിക്കോ നിങ്ങള്. അമ്മയായിട്ടേ ഞാനല്ലേ നിങ്ങളെ നന്നായിട്ട് നോക്കേണ്ടത്. പക്ഷെ നിങ്ങൾ എന്നെ ഇത്രയും നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. മക്കൾക്ക് അറിവാകുന്നത് വരെ അവരെ സംരക്ഷിച്ച് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് വരെ അമ്മമാര് നോക്കിയാ മതി. മക്കള് വളർന്ന് വലുതായതിനു ശേഷം പിന്നെ മക്കള് വേണം അമ്മമാരെ നോക്കാൻ. അമ്മ എന്ന് വെച്ചാ ലോകത്തില് വേറെ എന്തിനേക്കാളും വലുതല്ലേ? എന്റെ അടുത്ത് പറയാൻ വാക്കുകളൊന്നുമില്ല മോളെ. സാഹിത്യ മേഡം, കോൺട്രാക്ട് കഴിഞ്ഞു എന്നതിന് നിങ്ങളൊരു സൈൻ തരികയാണെങ്കിൽ ഞാൻ ചെക്ക് തരാം. വരൂ, സെറ്റിൽ ചെയ്യാം. എന്തോ സ്വന്തം വീട് പോലെയാണല്ലോ അകത്തേക്ക് പോയത്. എന്നാലും ഇവളിനി ഇവിടെ ഒരു നാടകം കളിക്കുകയാണെന്നുള്ളത് മറന്നുപോയോ? എന്തെല്ലാരും ഇങ്ങനെ അനങ്ങാ നിൽക്കുന്നേ? ഡാൻസ് ചെയ്യാൻ ഇതിനേക്കാൾ നല്ല അവസരം വേറെ ഉണ്ടോ? ദൈവത്തിനാണ് ഇല്ല സ്മാൾ ബോസ്. എന്നാ പിന്നെ തുടങ്ങിക്കളയാം. ഒരു മിനിറ്റ് മോളെ, പതുക്കെ മതി മോളെ. നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. സോറി അച്ഛാ, ഞാൻ ആ സന്തോഷത്തെ മറന്നുപോയി. എന്താ മോളെ ഇതൊക്കെ? നിന്റെ ചേട്ടൻ സുഹാസിന്റെ വാക്കും മറികടക്കില്ലെന്നാ ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അവൻ ഇതൊന്നും കെയർ ചെയ്യാതെ ഈ ഉറപ്പീരിൽ പോലും പങ്കെടുക്കാതെ എവിടേക്കാ പോയത്? അത് അച്ഛാ, നീ മടിക്കാതെ പറഞ്ഞോ മോളെ, എന്താ പ്രശ്നം? ഇനി എന്തിനാ പറയാതിരിക്കുന്നേ? പറഞ്ഞൂടെ? അത് അച്ഛാ, ചേട്ടന് ലവ് ആയിട്ടുണ്ട്. കൊച്ചിയിലെ രോഗബാധ പടരുന്നു, രോഗികളുടെ എണ്ണം കൂടുന്നു. ഓ അഞ്ജു, അമ്മു, രണ്ടുപേരും അടുക്കളയിൽ തന്നെയാണോ? എന്ത് പരിപാടിയാണ് അവിടെ? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണാവോ? എന്തേത്? ഇതാണ് ഹോം മെയ്ഡ് പിസ്സ. ഒരു മിനിറ്റ്. അമ്മേ, വരുവാ, ദാ വരുന്നു ഞാന്. ഞാനിങ്ങ എത്തി. അയ്യോ വിട്, ഞാനും അഞ്ചു കൂടെ ഉണ്ടാക്കിയ പിസ്സ. ഇത്ര പെട്ടെന്ന് ചെയ്തോ നിങ്ങള്? നിങ്ങൾ ഉണ്ടാക്കിയതാണോ? അയ്യോ, എനിക്ക് വേണ്ട. നിനക്ക് എല്ലാം തരുന്നില്ല. അതല്ല, ഞാൻ കഴിക്കാം. ശരി, 3 പേരും കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. എടുത്തോ. അയ്യോ, ഇങ്ങോട്ട് താ. എടുക്ക്.
ഒരു സന്തോഷമില്ലാത്ത പോലെ. എന്ത് പറ്റി? സൂപ്പർ ആയിട്ടുണ്ട്. ഒട്ടും കൊള്ളത്തില്ലേ? എടി മറക്കരുത്, വെറുതെ ഓരോന്ന് വിളിച്ച് പറയാൻ നിൽക്കല്ലേ. ശരിക്കും നിനക്ക് ഇത് ഇഷ്ടായില്ലേ? നമ്മുടെ അമ്മ പ്രമീളയാണ് നന്നായിട്ടില്ല. നീ അമ്മയുടെ പേരിൽ എപ്പോഴും സത്യം ചെയ്യാറുള്ളത് ഞാൻ വിശ്വസിക്കില്ല. അയ്യോ സത്യവാ, കാണുമ്പോ പുറത്തുനിന്നുള്ള പിസ്സ പോലെ തോന്നും, പക്ഷെ ഇതിന്റെ പുറത്തിട്ട് പനീറില്ലേ, അത് തീരെ വർക്കാവുന്നില്ല. മക്കളുണ്ടാക്കിയത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കഴിച്ചോളാം. അവരത് കാലിയാകും. നിനക്ക് ഇഷ്ടായില്ല അല്ലേ? നന്നായിട്ടില്ല, പക്ഷെ ഞാൻ എങ്ങനെങ്കിലും കഴിച്ചോളാം. വേദാന്ത്, യു ആർ മൈൻ. സാഹിത്യ, നീ എന്തേ കാണിക്കുന്നത്? ആന്റി, നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട. നല്ല മഞ്ഞുകാലമല്ലേ അവനിത്ര ചൂടിതെന്താ ആ മുഖത്ത് വിക്കി, എന്താ ഇത്? സെലിബ്രേഷൻ ആർത്തി, സെലിബ്രേഷൻ. എന്ത് സെലിബ്രേഷൻ എന്നാ പറയുന്നത്? ചേട്ടൻ സാഹിത്യനെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാൻ കാര്യം വേറെ എന്തോള്ളേ? അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടി ഇത് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരുന്നല്ലേ? എക്സാക്ട്ലി. ഇന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഒരു ദിവസം ചേട്ടൻ സാഹിത്യനെ കല്യാണം കഴിക്കില്ല എന്ന് പറയുമെന്ന് എനിക്ക് അറിയായിരുന്നു. ആ ഒരു സുദിനത്തിന് വേണ്ടി ഞാൻ അന്നേ തന്നെ ഇവനെ വാങ്ങിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിനു വേണ്ടിട്ട് ഇത്രയും ദിവസം കാത്തിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ശരി, ഏട്ടനും അമ്മൂനെ ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പോയിരിക്കാന്നാണോ വിക്കി പറയുന്നത്? നിനക്ക് ആ കാര്യത്തിൽ ഡൗട്ടുണ്ടോ? ഡൗട്ടല്ല, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഏട്ടനും അമ്മൂനോട് പ്രണയം ഉണ്ടായിരിക്കണം എന്നാണെന്ന് അറിയാം. അത് സത്യമാണെങ്കിൽ വിക്കി പറഞ്ഞതുപോലെ തന്നെ നടക്കും. ഒരുപക്ഷെ എന്തൊരു പക്ഷേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ വേദാന്ത ചേട്ടന്റെ മനസ്സിൽ അമ്മ ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാറ്. എന്നിട്ടും ഒരു പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ വേദാന്ത ചേട്ടന് അത്രയും തിരക്കില് അവിടെ പോയിട്ടുണ്ടാവില്ല അല്ലേ? ഛേ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ അങ്ങനത്തെ സീനൊന്നും വരുന്നില്ല. ചേട്ടൻ ഡയറക്റ്റ് എന്നെ റൗഡി കൊച്ചിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക. അവന്റെ മനസ്സിൽ ലവ് ആണെന്ന് ഫിക്സ് ആവുന്നത് വരെ മാത്രമാ ചേട്ടനെ ഈ കല്യാണത്തിന് നോ പറഞ്ഞുകൊണ്ടിരുന്നേ. നീ നോക്കിക്കോരുതി, നിന്റെ അനിയത്തിയും ഇതേ വീട്ടിലേക്ക് എന്നെ മരുമോളായിട്ട് വരാൻ പോവാ. സെലിബ്രേറ്റ്. ആ പറയേട്ടത്തി, അമ്മു ചേട്ടൻ വന്നോ? ആര്? വേദാന്തോ? അതേടി, അവൻ തന്നെ. അവൻ എന്തിനാ ഏട്ടത്തി ഇങ്ങോട്ട് വരുന്നത്? എന്താ കാര്യം? അതെന്താന്ന് വെച്ചാ ചേട്ടന്റെ സാഹിത്യയുടെയും കല്യാണ ഡേറ്റ് ആക്ച്വലി എന്താണ് പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാ ചേട്ടന് സാഹിത്യം ഉണ്ടല്ലോ, അവന്റെ കല്യാണ ഡേറ്റ്. അയ്യോ ഏട്ടത്തി, എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി ശരി, എന്താന്ന് വെച്ചാ ഞാൻ പറയാൻ വന്നത്. മതി, ആ ഫോണിങ് തരുമോ? എനിക്ക് സംസാരിച്ചോണ്ടേയിരിക്കും. ഹലോ അമൂല്യ. ചേട്ടാ ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്. ഹലോ അമൂല്യ. ഞാനാ, പറയൂ. എനിക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ തന്നെ അത് നിന്നോട് പറഞ്ഞേ പറ്റുള്ളൂ. എന്ത്? ഇപ്പോഴോ? യെസ്, റൈറ്റ് നൗ. ഹേ, ഹലോ. ഇവനെന്താ അർജന്റ് എന്ന് പറഞ്ഞത്? ഏട്ടത്തിയാണെങ്കിൽ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും കാര്യം?
അയ്യോ, ഈ കോൾ ഇതുവരെ കട്ടായില്ലായിരുന്നോ? ഹലോ ആ ഹലോ അമൂല്യ, നീ ലൈനിലുണ്ടോ? ആ ചേട്ടാ, അപ്പൊ എന്തോ പറഞ്ഞായിരുന്നല്ലോ, എന്താ അത്? അമൂല്യ, വേദാന്ത ഇവിടുന്ന് പുറപ്പെട്ടു. അവൻ സാഹിത്യയുടെ കൂടെയുള്ള കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരിക്കുക. ചേട്ടാ എന്താ ഈ പറയുന്നേ? സത്യമാണോ? അയ്യോ, സത്യ പറഞ്ഞത്. ചേട്ടാ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചു ചേട്ടൻ വീട്ടിൽ വന്നോന്നു. അല്ല അതും ഇതും തമ്മില് ഓഫ് കോഴ്സ് കണക്ഷൻ ഉണ്ട്. അവന്റെ മനസ്സിൽ നീ ഉള്ളത് കൊണ്ടല്ലേ സാഹിത്യയുടെ കൂടെ അവന് കല്യാണം വേണ്ടാന്ന് പറഞ്ഞേ. ഇന്ന് അവൻ നിന്റെ വീട്ടിൽ വരുവാണെങ്കിൽ അവൻ എല്ലാ കാര്യവും പറയും. ഹലോ അമ്മു, അവിടെ ഉണ്ടോ? ഇല്ല ഏട്ടത്തി, ഇനി അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടാവില്ല. അവർക്ക് എന്തായാലും എന്നോട് അങ്ങനെ ഒരു ഫീലിങ്സും ഇല്ല, അതെനിക്കറിയാം. നീ വെറുതെ ഭ്രാന്ത് പറയില്ല അമ്മു. അവനെങ്ങാനും ഇന്ന് നിന്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എല്ലാം നീ അറിഞ്ഞേന്. പക്ഷെ അവൻ അവിടെയും വന്നില്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോയിന്ന് അറിയില്ലല്ലോ. അവർ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല. പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് എന്നോട് എന്നെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. ചേട്ടൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? നിന്നെ കാണണമെന്ന് പറഞ്ഞായിരുന്നോ? ആ ഏട്ടത്തി, അവൻ തന്നെ. അയ്യോ ലൂസ്, എന്നിട്ടാണോ നീ ഞങ്ങളോട് സംസാരിക്കുന്നത്? Come on, quick, pop, hurry up, bye. എടാ പാനി, എനിക്ക് തോന്നുന്നു നീ എനിക്ക് പാര വെക്കുകയാണെന്ന്. സുമേഷേട്ടാ, ജഗദീഷേട്ടൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ഇനി ഈ പാനിപ്പൂരി രഞ്ജിത്ത് കൂടിയുള്ളൂ ബാക്കി. എനിക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ടെന്ന് മനസ്സിലാവുന്നില്ല. രാത്രി പോയൊരു ചെറുത് അടിച്ചാൽ മതി, അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും. സുമേഷേ, ഞാൻ വരണോ? വേണ്ട വേണ്ട, അയ്യോ. ആദ്യേട്ടത്തി പറഞ്ഞതുപോലെ വേദാന്ത് എന്നെ ഇഷ്ടപ്പെടുന്ന കാര്യമാണോ പറയാൻ പോകുന്നേ? അങ്ങനെയാണെങ്കിൽ അപ്പൊ വേദാന്തിന് ശരിക്കും എന്നെ ഇഷ്ടമാണോ? ഛേ, ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ആലോചിക്കുന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലും വേദാന്ത് ഇതിനെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്? സാഹിത്യയുടെയും വേദാന്തിന്റെ ഇടയിൽ എന്താ നടന്നതെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? അത് മാത്രല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നോട് വരാൻ പറഞ്ഞ എന്തിനാ? അപ്പോഴേ വേദാന്ത് പുറപ്പെട്ടെങ്കിൽ ഇപ്പൊ എത്തേണ്ട സമയമായല്ലോ. എന്താ ഇതുവരെ വരാത്തെ? എന്തായാലും ഒന്ന് വിളിച്ചു ചോദിക്കാം. ബിസിയാണല്ലോ. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ സംസാരിക്കാറില്ലല്ലോ. അങ്ങനെയാണെങ്കി ഇപ്പൊ എവിടെയായിരിക്കും? നീ വീട്ടിലേക്ക് പോകൂ, നമുക്ക് പിന്നെ സംസാരിക്കാം. കോൾ ചെയ്തപ്പോ ബിസി ആണെങ്കിൽ കാണുമ്പോ ഒന്ന് തിരിച്ചു വിളിച്ചൂടെ? എന്തിനാ മെസ്സേജ് അയക്കുന്നേ? അതും ഇങ്ങനെ. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നേ? ഈ സെലിബ്രേഷന് ഞാൻ അളിയനെ കൂടി വിളിക്കാൻ പോവാ. അളിയനെ ചേർത്ത് പാർട്ടി നടത്താൻ. ചേട്ടൻ വിളിക്കുന്നുണ്ടല്ലോ. ആ ചേട്ടാ പറ. വിക്രാന്ത്, എനിക്ക് അർജന്റ് ആയിട്ടൊന്ന് ഓസ്ട്രേലിയക്ക് പോണോടാ. വാട്ട്? ഓസ്ട്രേലിയയിലേക്കോ? എന്താ ഈ പറയുന്ന ചേട്ടാ? ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസൽ ചെയ്തതല്ലേ? എപ്പോഴാ പോകുന്നേ? എങ്ങനെയാ പോകുന്നേ? ഒരു ചെറിയ വർക്ക് ഉണ്ട് വിക്കി, അർജന്റ് ആയിട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഡോണ്ട് വെറി അബൌട്ട് മീ. ആരതി, ആദ്യ എല്ലാരും സേഫ് ആയിട്ട് നോക്കണം. ഞാൻ അവിടെ എത്തിയിട്ട് നിന്നെ ഫോൺ ചെയ്യാം. ഇത് കുറച്ച് അർജന്റാണ്. ഐ ഹാവ് ടു ഡീൽ വിത്ത് ദിസ്. അല്ല ചേട്ടാ, ഇത്ര സഡനായിട്ട് എവിടെ നിന്ന് ഇത്രയും ജോലി വന്ന്? ചേട്ടൻ അതിനെ കുറിച്ച് വിക്കി, ഇതൊന്ന് ഡിസ്കസ് ചെയ്യാൻ തീരെ സമയമില്ലടാ. ഞാൻ പിന്നെ വിളിക്കാം. വാ, ശരി പോവാം. അയ്യോ എന്റെ വിക്കി, എന്താ ഈ കാണിച്ചത്? പോയി ഷർട്ട് മാറിയിട്ട് വന്നാ മതി. ഇപ്പോഴേ ഞങ്ങൾ അമ്മേന്റെ അടുത്ത് സംസാരിച്ചേ. ചേട്ടൻ റൗഡി കൊച്ചിന്റെ വീട്ടിലോട്ടല്ല പോയെ, അവൻ ഓസ്ട്രേലിയക്കാ പോയെ. വാട്ട്? ഓസ്ട്രേലിയയിലോ? കുറച്ചുനെ കോൾ വിളിച്ചു പറഞ്ഞേ. എന്താ ഈ പറയുന്നത് അളിയ? ഇത്ര ദൂരം പോവാൻ എന്താ കാരണം? ഒഫീഷ്യലായി അബ്രോഡ് പോകാൻ ഒരു കാരണമില്ലല്ലോ. ഞാനും ആദ്യം അതാ ചോദിച്ചളിയാ. പക്ഷെ ചേട്ടൻ പറഞ്ഞു സഡനായിട്ട് വർക്ക് വന്നു, ഒഫീഷ്യൽ മീറ്റിംഗ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി. അങ്ങനെയാണെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് വിക്കി ചേട്ടാ. പ്രശ്നം എന്താ? ആദ്യ ചേട്ടൻ അമ്മൂന്റെ വീട്ടിലേക്ക് പോവാന്ന് കരുതി അമ്മൂനെ വിളിച്ച് ഞാൻ ചേട്ടൻ അങ്ങോട്ട് വരുന്നു പറഞ്ഞു. പിന്നെ അവന്റെ മനസ്സിലുള്ളതെല്ലാം അവളോട് പറയുന്നു പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ അത് പറയാനാണ് വേദാന്ത് പുറപ്പെട്ടതെന്ന് ഞാൻ കരുതിയത്. പക്ഷെ കാര്യങ്ങളിപ്പോ ചേട്ടാ, എനിക്കിപ്പോ എന്തോ പേടിയാവുന്നുണ്ട്.